അനധികൃത മണൽക്കടത്ത് തടയാനെത്തിയ ചടയമംഗലം എസ്ഐയുടെ ജീപ്പ് മണൽ മാഫിയ ഇടിച്ചു തകർത്തതായി പരാതി. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. ചടയമംഗലം താളിയപ്പൻകാവ് കടവിൽ അനധികൃത മണൽക്കടത്ത് നടക്കുന്നതായുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കെത്തിയതാണ് ചടയമംഗലം എസ്ഐ ആസാദ് അബ്ദുൽ കലാം. നിരന്തരമായിട്ട് മണൽ പോകുന്ന ഒരു ഇൻഫർമേഷൻ കഴിഞ്ഞ ഒരാഴ്ച കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇൻഫർമേഷൻ കിട്ടി, സ്ഥലത്തേക്ക് പോയി. പോലീസ് വണ്ടിയെ കണ്ടുകൊണ്ട് ടിപ്പർ ലോറി നിറയെ മണലുമായി മറ്റൊരു ഡയറക്ഷനിലേക്ക് പോയി. പോലീസ് വണ്ടി 2 കിലോമീറ്റർ ചേസ് ചെയ്തു. തുടർന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ രക്ഷയില്ലെന്ന് കണ്ട് പോലീസ് വണ്ടി പിടിയിലാവുന്നതുകൊണ്ട് ഒരു റിവേഴ്സ് എടുത്ത് പോലീസ് വണ്ടിക്ക് നേരെ വാഹനം ഇറക്കി വിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഓടി. എടയ്ക്കോട് സ്വദേശിയായിട്ടുള്ള ഡ്രൈവർ ബിനു ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അയാളെ 2 കിലോമീറ്ററോളം ചേസ് ചെയ്ത് ആറ്റരുവിലൂടെ ഓടിച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്തു. അയാളിപ്പം കസ്റ്റഡിയിലുണ്ട്. ബാക്കി ഞങ്ങളുടെ സ്വീകരിക്കുന്നു. എസ്ഐയുടെ വാഹനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മണൽ മാഫിയ വാഹനവുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്തുടർന്ന എസ്ഐയുടെ ജീപ്പിൽ മാഫിയയുടെ ലോറി പിറകോട്ട് വന്ന് ഇടിക്കുകയായിരുന്നു. തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഡ്രൈവർ ഇടയ്ക്കോട് സ്വദേശി നെല്ലിവിള വീട്ടിൽ ബിനുവിനെ റബ്ബർ തോട്ടത്തിലും വയലുകളിലുമായി 1.5 മണിക്കൂർ ഓടിച്ചാണ് പോലീസ് സംഘം പിടികൂടിയത്. ക്ലീനർ ഓടി രക്ഷപ്പെട്ടു. ഡ്രൈവർക്കെതിരെ കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി. സിവിൽ പോലീസ് ഓഫീസർമാരായ സജി, റോയി, നാസർ എന്നിവരാണ് എസ്ഐക്കൊപ്പം ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം.